ഹലോ അസ്സാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളെല്ലാവരും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ദുബായിലെ കുറച്ച് വീഡിയോസും കൂടി അപ്ലോഡ് ചെയ്യാൻ ഞാൻ പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പാലിക്കണമല്ലോ. അപ്പോൾ ഇച്ചിരിയും കൂടെ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാണ്. ദുബായിൽ ഇതുപോലെ ഞങ്ങൾ ഇടയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് ബൈ റോഡാണ്. ബൈ റോഡ് ട്രാവൽ ചെയ്യുമ്പോൾ മോർണിംഗിൽ ഒരു 11:30 ഒക്കെ കഴിയുമ്പോൾ കുറച്ച് നേരം ഒന്ന് ട്രാഫിക് കുറവായിരിക്കും. ഈവനിംഗ് ഒക്കെ നല്ല ബ്ലോക്കാണ്, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും. പിന്നെ നിയർ ബൈ ലൊക്കേഷനിലൊക്കെ മെട്രോ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്കൊക്കെ ഞങ്ങൾ അങ്ങനെ മെട്രോയിൽ പോകും. പക്ഷേ പ്രാമൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ മെട്രോ ഒക്കെ കംപ്ലീറ്റ് ഫുള്ളായിരിക്കും. ഇപ്പം ലേഡീസിൻ്റെയും ചിൽഡ്രൻ്റെയൊക്കെ കമ്പാർട്ട്മെൻറ്റൊക്കെ ആണെങ്കിലും ഫുള്ളായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ പോവുകയാണെങ്കിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ ഊബറൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. ഞങ്ങളിത് ഇപ്പം ഡ്രാഗൺ മോട്ടിൽ എത്തിയിട്ടുണ്ട്. പതിവിലും ഭയങ്കര തിരക്ക് കുറവായിരുന്നു അവിടെ. ഒട്ടും തന്നെ കസ്റ്റമേഴ്സിന് അത്ര കണ്ടില്ല. അല്ലെങ്കിൽ ഭയങ്കര ക്രൗഡ് ഉണ്ടാകുന്നത് നല്ല ജഗ്ഗുപോക ഏരിയ ആണ് ഇവിടെ. അപ്പോൾ ഇതുപോലത്തെ കുട്ടി കുട്ടി ഷോപ്സൊക്കെ ഒരുപാടുണ്ട്. എല്ലാ ഷോപ്പിലും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. വാങ്ങിക്കാനുള്ള ആളുകളുടെ കുറവ് മാത്രമേ കണ്ടുള്ളൂ. ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. ചില ഷോപ്പുകളൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, പക്ഷേ എല്ലാ ഷോപ്പിലും അത്ര റേറ്റ് കുറവൊന്നുമില്ല. എനിക്ക് തോന്നുന്നു കസ്റ്റമേഴ്സൊക്കെ കുറഞ്ഞപ്പം ചില സാധനങ്ങൾക്കൊക്കെ പതിവിലും ഭയങ്കര റേറ്റ് കൂട്ടിയിട്ടൊക്കെയാണ് പറയുന്നത്. അങ്ങനത്തെ ഒക്കെ ഒരു കാര്യമുണ്ട്. പിന്നെ നമുക്ക് അറിയാവുന്നത് കൊണ്ട്, അത്ര റേറ്റ് ഇല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല, വാങ്ങാണ്ടിരുന്നാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് റിയാദിലാണെങ്കിലും ഇവിടെ ഇപ്പം ഡ്രാഗൺ മാർട്ടിലുള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കാം. ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയെന്നുള്ളൂ, വീട്ടിലുള്ളവരൊന്ന് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം. കാരണം എന്താ വെച്ചാൽ ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ എന്തൊക്കെയാണെന്നുള്ളത്. ഒരുപാട് ടോയ്സിൻ്റെയും ഇലക്ട്രോണിക് ഐറ്റംസും അതുപോലെ ജ്വല്ലറീസിൻ്റെയും ഡ്രസ്സിൻ്റെയും ഒക്കെ കുറേ ഷോപ്പുകളുണ്ട്. മൊബൈൽ ആക്സസറീസ്, അങ്ങനെ ഒത്തിരി ഷോപ്പുകളുണ്ട്. അപ്പം വാങ്ങാൻ വേണ്ടിയിട്ട് ദുബായിൽ വരുമ്പം മറ്റു മോളുകളെ അപേക്ഷിച്ച് നോക്കുമ്പം കമ്പാരിറ്റീവ്ലി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. പക്ഷേ അറിഞ്ഞിരിക്കണം, നമുക്ക് ഇത്രയ്ക്കേ ഉള്ളൂ വില എന്നുള്ളതൊക്കെ ഓരോന്നിനും നമുക്കൊരു ആവറേജ് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ പറ്റിക്കപ്പെടാനുള്ള ചാൻസ് ഇപ്പം നല്ല കൂടുതലാണ്. ആദ്യമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാൻ പോവുകയാണെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടെങ്കിൽ.
അത്രേ ഉള്ളൂ. ഡ്രാഗൺ ബോട്ടിലെ വീഡിയോസ് 2 ഡ്രാഗൺ ബോട്ട് 1 and 2 ഉണ്ട്. രണ്ടിലും പോയിട്ടുള്ള കുറച്ച് ക്ലിപ്സാണ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ വീഡിയോസ് ഒത്തിരി ലെങ്തി ആവും. ഇനി സെയിം ഡേ ഞങ്ങൾ ദുബായ് മറീനയിലൊക്കെ പോയിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. ബൈ, അസ്സലാമു അലൈക്കും.